ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സഞ്ജീനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 2 കിലോ തൂക്കത്തിൽ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നന്നാക്കി ക്ലീൻ ചെയ്തൊക്കെ എടുത്തപ്പം നല്ല പണിയാണ്. എനിക്ക് ഒരുപാട് നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കതാണ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിരുന്നപ്പോൾ മോൻ വന്നിട്ട് പറഞ്ഞു, അമ്മ കുഴപ്പമില്ല, അമ്മ അവിടെ ഇരുന്നു, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൻ ക്ലീൻ ചെയ്ത് തരുന്നതായിട്ട് ഈ കാണുന്നത്. അവൻ പക്ഷേ അത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ കണ്ട് ഏകദേശം നന്നായിട്ട് തന്നെ അവൻ അത് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ചെമ്മീൻ്റെ തോലൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ബ്ലാക്ക് കളറിലൊരു നൂല് പോലെ ഉണ്ടല്ലോ, അത് നമ്മൾ കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലർജി വരുമല്ലോ. അപ്പോൾ അതൊക്കെ ആൾ ശരിക്കും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വലിച്ച് കളഞ്ഞ് നന്നായിട്ട് കഴുകി നല്ല ക്ലീൻ ആക്കി ആൾ കുറച്ച് ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ക്ഷീണമായി, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ആകെ ക്ഷീണമായി. അങ്ങനെ ചെമ്മീനൊക്കെ നന്നാക്കി ഞങ്ങൾ എടുത്ത് വെച്ചു, കഴുകി നന്നായിട്ട് മസാല പെട്ടി ഫ്രിഡ്ജ് വെച്ചു കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ വറക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ വറുത്ത് കുറച്ച് ചെമ്മീനോട് ഇരിപ്പുണ്ട്. നമ്മളിത് മൊത്തം ഉണ്ടാക്കുന്നില്ല, പകുതി എടുത്ത് വറുത്ത് നമ്മളൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ആയിട്ട് നമ്മൾ പരട്ടി വെച്ച് ചെമ്മീൻ വറുത്തത് ഇങ്ങനെ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഓയിൽ ചൂടായി കഴിഞ്ഞപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒനിയനും പച്ചമുളക് കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ളൊരു 3 ഒനിയനാണ് എടുത്തിരുന്നത് കേട്ടോ, ഒരു 4 പച്ചമുളകും. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ ഒനിയൻ നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒനിയനിലും ആ മസാലയിലൊക്കെ പിടിക്കാനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒനിയൻ പെട്ടെന്ന് വാടി കിട്ടും. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് വാടി വരുമ്പോൾ അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒനിയനും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെമ്മീൻ എല്ലാവരും ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് ബിരിയാണിയുടെ കൂടെ ആയാലും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഈ റോസ്റ്റ് നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒനിയനൊക്കെ നന്നായിട്ട് വാടി പൊടികളും എല്ലാം നമ്മളിട്ട് മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 2 ചെറിയ തക്കാളി നല്ല കനം കുറച്ചരിഞ്ഞ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം, നന്നായിട്ട് ഉടയണ വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്ന് നന്നായിട്ട് വെന്തു. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇനിയും നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ, മസാലയായിട്ട് മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ളത് ഇത്തിരി ഗരം മസാലയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് ആവിയിൽ ഒന്ന് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ആവിയിലിരിക്കുമ്പോൾ ഒരു ചെറിയ ഗ്രേവി അല്ല, അതൊക്കെ ഒന്ന് ലൂസായി നല്ല കുഴഞ്ഞ് നല്ല കറക്റ്റൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ, കഷ്ടി 5-10 മിനിറ്റ് മതി നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ആവിയിൽ മൂടി വെച്ച് ചെറുതീയിൽ, ഫ്ലെയിം കുറച്ചിട്ട് ചെറുതീയിൽ നമുക്കൊന്ന് ഈ ചെമ്മീനെ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി ആ മസാലയൊക്കെ പിടിച്ച് ആ ചെമ്മീനിലോട്ട് പിടിക്കാൻ ഉപ്പും മസാലകളും എല്ലാ ടേസ്റ്റും നന്നായിട്ട് അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മൂടി വയ്ക്കുന്നത്. മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 മുതൽ 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ നല്ല രസമായിട്ടുണ്ട്. നമ്മൾ ഒരു 5-6 മിനിറ്റ് മൂടി വെച്ചോളൂ കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ടൊരു ആ ഗ്രേവിക്കൊക്കെ കുറച്ചും കൂടെ ഒരു ലൂസായ പോലെ, അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടില്ല, ചെറിയൊരു ഗ്രേവിക്കൊക്കെ ലൂസായിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ചെമ്മീനൊന്ന് എടുത്ത് കഴിച്ച് നോക്കണം.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ. പിന്നെ ചെമ്മീൻ നമ്മളിത് മൊത്തം എടുത്തില്ല കേട്ടോ. 2 കിലോ ചെമ്മീനിൽ നമ്മളൊരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോൾ ചെമ്മീൻ 1 കിലോ എന്നുള്ളത് 1/2 കിലോ ആയിട്ട് മാറും കേട്ടോ. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുറച്ചുള്ളെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഒരു 4-5 ചെമ്മീൻ മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. ഒരുപാട് കറിയൊന്നും വേണ്ടതിൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെമ്മീനൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ റോസ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലായിരുന്നു ഇത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബായ്.